ഡ്രൈവിലല്ലേ ആക്കല്ലേ പോവാം. ശബ്ദമില്ലാത്തോണ്ടേ തീരെ അറിയില്ല. എത്രയായി എടുത്തിട്ട്? ഒരാഴ്ച ഇല്ല, ഒരാഴ്ച ഇപ്പോ ശനിയാഴ്ച എടുത്തത്. 4 ദിവസമായിട്ടുള്ളൂ അല്ലേ? 4 ദിവസം കൊണ്ട് എത്ര കിലോമീറ്റർ ഓടി? 270. ചറ പറ ഓട്ടം. ഇങ്ങനെ ഓടുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ അവർക്കൊക്കെ കോഴിക്കോട് പോകണം. പോവാ ഞങ്ങളുടെ കൊണ്ട് വയനാട് പോണോ? പോവാ. നമുക്ക്
നമുക്ക് ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ? ലെഫ്റ്റ് പോകാം അല്ലേ? നല്ല റോഡ് കിട്ടുക. കഴിഞ്ഞ വർഷം അതുപോലെ ഞങ്ങൾ തിരുവല്ലൊന്ന് പോയി എൻക്വയറി ചെയ്തിരുന്നു. ആ അവിടെ ഏകദേശം ബുക്കൊക്കെ ചെയ്ത് പോന്നാ. ഏതാ ടിയാഗോ തന്നെ? ടിയാഗോ. ആ എന്നിട്ട് എന്ത് പറ്റി? ഇതുപോലെ CNG വേണോ EV വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അതാ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ. CNG വേണോ? കാരണം ഓട്ടമുള്ള ആൾക്കാർക്ക് മറ്റേ CNG ആണ് ആദ്യം ഓപ്റ്റ് ചെയ്യുക. പിന്നെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ചാർജിങ്ങിൻ്റെയും പിന്നെ എത്ര കിലോമീറ്റർ കിട്ടുന്ന ആ സാധനങ്ങളൊക്കെ. ഞാൻ റിവ്യൂ നോക്കിയ സമയത്ത് CNG ഒരു 30 ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്ന ഒരാള്. ആ അതെ 30 ഒക്കെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു. അതെ, പക്ഷെ ഞാൻ ഇവരോട് അന്വേഷിച്ചപ്പം 18 അവർ പറയുന്നത് കിട്ടുന്നത്. കൂടുതൽ പറയുന്നുണ്ട് 18 ആണ്. പിന്നെ ഡ്രൈവിംഗ് സ്റ്റൈലും ഒക്കെ ആയിരിക്കാം. അല്ല CNG ഏത് വണ്ടിയായാലും നമ്മൾ പറയുന്ന മൈലേജ് കിട്ടുമല്ലോ, നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു അതിനനുസരിച്ച് ഉണ്ടാവുള്ളൂ. CNG ഇപ്പോൾ എല്ലാ ടാക്സി വണ്ടിയും ഓട്ടോ എല്ലാം CNG അല്ലേ? അതെന്തായാലും ലാഭം തന്നെയാണ്. പിന്നെ കുറെയൊക്കെ നമ്മളിപ്പോൾ ഈ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സ്റ്റൈൽ പോലെ ഇരിക്കും. കാല് കൊടുത്ത് അങ്ങനെയും പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ ഇതിൽ എത്ര % ചാർജ് ഉണ്ട്? 50% ചാർജ് ഉണ്ട്. 88 കിലോമീറ്റർ ഓടാറുള്ള. ഓക്കെ. എത്ര വീട്ടിൽ നിന്ന് എത്ര മണിക്കൂർ എടുക്കും ഇത് ചാർജ് ചെയ്യാൻ? വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 7 to 8 hours ആണ് പറയുന്നത് ഫുൾ ചാർജ്. 0 to 100. 0 to 100. നമ്മൾ 0 ആയിട്ടില്ല, നമുക്കൊരു 20 ഒക്കെ ആകുമ്പോഴേക്ക് ചെയ്യുന്നതാണ് നല്ലതാണ് അവർ പ്രിഫർ ചെയ്യുന്നത്, കമ്പനി പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു കഴിഞ്ഞ ദിവസം ഇട്ടത് 30 ആ റേഞ്ചിലാണ് ഫുൾ ചാർജ് ഇട്ടത്. അത് പെട്ടെന്നായി. പുറത്ത് ഫാസ്റ്റ് ചാർജ് ചെയ്തോ? ഫാസ്റ്റ് ചാർജിങ് നമ്മളൊരു 10 minutes ചെയ്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. കോഴിക്കോട് നിന്ന് അവർക്ക് ചെറിയൊരു പെർസെൻറ്റേജ് നമ്മൾ ട്രൈ ചെയ്താണ്. തിരിച്ചെത്താനുള്ള ചാർജ് ഉണ്ടായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് അറിയണല്ലോ. സംഭവം ആദ്യമായിട്ട് ആയതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ എന്താ അറിയണല്ലോ. പ്രശ്നം എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. ഓക്കെ. ഓൺ റോഡ് എത്രയായി വണ്ടിക്ക് വില? ഓൺ റോഡ് വരുന്നത് 12 ആണ്. 12 lakhs. അതായത് ഹൈ വേരിയന്റ് മീൻസ് ലോങ് റേഞ്ച്. ലോങ് റേഞ്ച് ടോപ്പ് വേരിയന്റ്. ലോങ് റേഞ്ച് പറയുമ്പോൾ 315 അല്ലേ? 315 കമ്പനി പറയുന്നത്. അതിൽ നമുക്ക് ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എടുത്തത് 11,29. ഓഫറൊക്കെ കഴിച്ചിട്ട്. ഓക്കെ. ആക്സിഡന്റ് കൊടുക്കുമ്പോൾ വണ്ടിയാണ് കയറി പോണതേ അല്ലേ? ഇൻസ്റ്റന്റ് ആയിട്ട് അങ്ങോട്ട് കയറി പോകും. ബ്ലോക്കിലാണ് ഇതിന്റെ ഭയങ്കര രസം. ബ്ലോക്കിൽ പെടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമാണ്. മതി. ക്ലച്ചും ഇതൊന്നും താങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഓട്ടോ റീജനറേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അതേതായിരുന്നു ഇതിലായിരുന്നു? ഈ ബട്ടണാണ് അതിന്റെ. നമുക്ക് കുറച്ച് ചെറിയ വളരെ കുറഞ്ഞ ശതമാനം. ഇതിപ്പോ എത്ര പെർസെന്റേജ് ഇതുള്ളത്? ഞാൻ ക്ലിക്ക് ചെയ്തു. നമുക്ക് അത് അവിടെ ഒരു ലെവൽ കാണുന്നത്. ലെവൽ 2 ഇപ്പോ. ഒന്നുകൂടി പ്രസ് ചെയ്താൽ ലെവൽ 3 ആയി. ഇതാണ് മാക്സിമം. ഞാൻ അതായത് ഞാൻ ആക്സിഡന്റ് ഇപ്പൊ കൊടുത്ത് ഞാനിപ്പോ കാലെടുക്കുമ്പോ ബ്രേക്ക് ഭയങ്കരമായിട്ട് ബ്രേക്ക്. ഇതാണ് അതിന്റെ എഫക്റ്റ്. ഓക്കെ മനസ്സിലായി. ഇനിയിപ്പോ അതൊന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 വരെ ഉള്ളൂ. പിന്നെ മൈനസ്. ഓക്കെ. ലെവൽ 1 ഇടാം അല്ലേ? ഇത് നമ്മള് നല്ല ചുരുള്ള റോഡിലൊക്കെ ഇറങ്ങി വരുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്താൽ താഴെ എത്തുമ്പോഴേക്കും ചാർജ് കൂടും. അതെ, അതൊരു നല്ല ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും ചാർജ് കയറില്ലേ? ഇതിനതാണ് വേണ്ടത്. അതെ. ഇനിയിപ്പോ എന്താ വെച്ചാൽ ടെക്നോളജി ഓരോ എക്സ്പെരിമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ബാറ്ററി പാക്കിലും. അതെ. അപ്പൊ ഈ 6 to 8 hours എന്ന് പറയുന്നതൊക്കെ കുറയും. ഇപ്പൊ പല വണ്ടികളിലും 15 മിനിറ്റ്സിലൊക്കെ ഫുൾ ചാർജ് ആവുന്ന വരുന്നുണ്ട്. മാറും. പിന്നെ ഫോണിന്റെ ടെക്നോളജി ഒക്കെ അങ്ങനെ ആദ്യം വന്നിരുന്നത് അങ്ങനെയാണ്. അതെ. പിന്നെ അങ്ങനെ ഇപ്പൊ ഫാസ്റ്റ് ചാർജ് പെട്ടെന്ന് 15 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്ന പരിപാടിയൊക്കെ അങ്ങനെയൊക്കെയാണ് മാറും. ഇപ്പൊ ഇതിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ സെല്ലുകളിലേക്ക് ഈ ഫാസ്റ്റ് ചാർജിങ് കൂടുതലായിട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമൽ ചാർജിങ് ആണ് ഏറ്റവും ബെറ്റർ. അതെ. ഇനിയിപ്പോ സെല്ല് മാറി വരുമ്പോ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ബാക്കോട്ട് പോകണം ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ. ഇതിപ്പോ ഡ്രൈവ് മോഡാണ്. ഇനിയിപ്പോ വേറെ ഏതാ മോഡല്? സ്പോർട്സിലേക്ക് ഒന്ന് ഇട്ട് നോക്കാൻ. ഇപ്പൊ സ്പോർട്സ് മോഡാണ്. ഓ ഗോഡ്.
രക്ഷയില്ല കേട്ടോ. ഈ വാഹനമൊക്കെ ഒന്ന് പോവുമായിരുന്നു. ഞാനാണ് ആദ്യമായിട്ട് സ്പോർട്സ് ഇതുവരെ യൂസ് ചെയ്തില്ല. അത് ശരി. ആ നല്ല റോഡല്ലേ, അവിടൊക്കെ ഒന്ന് പരീക്ഷിക്കണ്ടേ ഈ സാധനം. അത് മറന്നുപോയി. ഇതിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നൊക്കെ. അത് പൊളി കേട്ടോ. അത് കാലെടുക്കുമ്പോ ഭയങ്കരമായിട്ട് കയറി പോകുന്നുണ്ട്. ചെറിയ റോട്ടൊന്നും ഈ സാധനം നടക്കൂല. നല്ല റോഡ് കിട്ടട്ടെ, ഒന്ന് കാലം എടുത്ത് നോക്കാം. അതെ, ഇത് കാലെടുത്താ കറക്റ്റ് ആയിട്ട്. ഓവർടേക്ക് ചെയ്യാനൊക്കെ നമ്മള് മനസ്സിൽ വിചാരിച്ചാ മതി, അപ്പൊ ഓവർടേക്ക് ചെയ്തിരിക്കും. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. ഇത് എത്ര ഇഞ്ച്? 10 ആണോ അത്? ഓക്കെ. ആദ്യം ചെറുതായിരുന്നു, പഴയതിലൊക്കെ ചെറുതായിരുന്നു. പക്ഷെ ഇത് അടിപൊളിയായി. നല്ലൊരു ഡിസൈൻ, നല്ലൊരു ഭംഗിയുണ്ട് അവിടെ കൺസോൾ കാണുമ്പോൾ. ആ അതെ അതെ. ഒരു EV അതാ പോണു. ഓണതാണല്ലോ. ഞാൻ ഇവിടെയൊക്കെ പിടിച്ച് നിൽക്കുന്നു. ഓണം എവിടെ? അതെ, ഒന്നാമത് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട്. ചെറിയ റോഡുകളൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര റഷാണല്ലോ റോഡ്. വിൻസർ MG വണ്ടി അതും ഭയങ്കരമായിട്ട് ഇറങ്ങുന്നുണ്ട്. കുറച്ചുകൂടെ വലിയ വണ്ടി. ആ ഭയങ്കര വലിയ വണ്ടി, ഭയങ്കര വലിയ വണ്ടി. അതെ അതെ. ഒരു രക്ഷ കേട്ടോ, ഉള്ള കാര്യം പറയാലോ, ഒരു രക്ഷയില്ല. ആ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് സഡൻ ആയിട്ട് നിക്കണോണ്ട് നമുക്ക് അത് പേടിയില്ല. ബ്രേക്ക് ചെയ്താൽ നിക്കോ എന്നുള്ള ആ പേടിയൊന്നുമില്ല. ആ കറക്റ്റ് ആയിട്ട് അത് നൂറിലേക്കൊക്കെ അത് കയറി പോണു. ഞാൻ ജസ്റ്റ് കാല് വെക്കുന്നുള്ളൂ, ഭയങ്കരമായിട്ട് അത് ബ്രേക്ക് ഭയങ്കരമായിട്ട് അത് അപ്ലൈ ചെയ്യുന്നത്. ആ ഭയങ്കര കംഫർട്ട്, ബ്രേക്കിംഗ് ഭയങ്കര കംഫർട്ടാട്ടത്. നൂറ് 110 പോയോ? ഇല്ല, ഇല്ലല്ലേ. ഹൈവേയിലൊന്നും അങ്ങനെ പോയിട്ടില്ലല്ലേ? ഹൈവേ കിട്ടിയിട്ട് ഞങ്ങളത് ഒന്നാമത് ശ്രദ്ധയിലില്ല, ഓർമ്മ ഉണ്ടായില്ല. ഞങ്ങളിങ്ങനെ പോണതിലിങ്ങനെ സംസാരത്തിലൊക്കെ പെട്ടിങ്ങനെ
ഭയങ്കര കറക്റ്റ്, ഭയങ്കര ഇഷ്ടപ്പെട്ടോ ബ്രേക്കിംഗ് ഒക്കെ. സാർ ഓടിച്ചിട്ട് എന്താ എങ്ങനെയുണ്ട് അഭിപ്രായം? ഇല്ലല്ലേ? ഇലക്ട്രിക് ആകുമ്പോൾ ചില ഈ ഡീസൽ എഞ്ചിനൊക്കെ അങ്ങനെ പ്രശ്നമുണ്ട്, ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് പെട്രോൾ ഉണ്ടാവില്ല, ഇതിന് ചിലപ്പോൾ ഒട്ടും ഉണ്ടാവില്ലല്ലോ. എനിക്ക് അധികം ഈ ബാക്കിൽ വരുന്നതാണ് വണ്ടിയിലൊക്കെ ഉണ്ട് അല്ലേ? ഇതിനുണ്ടാവില്ല ചിലപ്പോൾ. ഓലയുടെ ഷോറൂം വരുന്നുണ്ടല്ലോ. സർവീസ് എങ്ങനെ, എത്ര കിലോമീറ്റർ എന്തെങ്കിലും പറഞ്ഞോ? വേറെ എന്തെങ്കിലും സർവീസിനെ കുറിച്ച്? 1000-2000 ജസ്റ്റ് ഒരു ചെക്കപ്പിന്. ഇപ്പോൾ ടയറും പിന്നെ മൊത്തം എന്തെങ്കിലും പ്ലഗും കാര്യങ്ങളും മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാനായിരിക്കും. മൊത്തത്തിൽ 8 വർഷമാണ് വാറണ്ടി. കിലോമീറ്റർ ഉണ്ടോ? കിലോമീറ്റർ വാറണ്ടി പറയണ്ട. 1 lakh കിലോമീറ്റർ 1 lakh പറയണ്ട അല്ലേ? 1 lakh പിന്നെ അല്ലെങ്കിൽ 8 വർഷം. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ചെറിയ പൈസ ആണെന്നുണ്ടെങ്കിലും നോക്കണ്ട. പിന്നെ വണ്ടിക്ക് നമ്മളെ സ്വപ്നല്ലേ അതിപ്പോ. വണ്ടിക്കും കാര്യങ്ങളും അതെ, എടുക്കണ നന്നായിരിക്കും ഭാവിയിലേ, നല്ലതാണ്. ഇതിന്റെ മറ്റ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം, ചെക്ക് ചെയ്യണം. ബില്ലിന്റെ കാര്യം, KCB ബില്ല്, ചാർജിങ് ബിൽസ്, അത് നമുക്ക് ഒരു വീഡിയോ എന്തായാലും പ്രേക്ഷകർക്ക് കൊടുക്കാം. കറക്റ്റ് 2 മാസം ഒരു ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ചാർജ് ചെയ്യുമ്പോൾ എത്ര കറണ്ട് ബില്ല് വരുന്നത് എന്നുള്ളത് നമ്മൾ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും.